ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അടിപൊളി ഫുഡിങ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് രസ്മലൈ ഫുഡിങ് ഉണ്ടാക്കാമൊക്കെ അതിൻ്റെ ഫുൾ വീഡിയോസ് ഇതിൽ കാട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനായി ആദ്യം പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ട ഓരോ ചേരുവകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ കുങ്കുമപ്പൂ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം. രസ്മലൈയിൽ എന്തായാലും കുങ്കുമപ്പൂ ഇടുമല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഏലക്കം കൂടി ഇതിലേക്ക് പൊടിച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമൊക്കെ. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുള്ളൊരു രസ്മലൈ ഫുഡിങ്ങാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യണം. ജസ്റ്റ് ഒരു യെല്ലോ ഇഷ്യൂലുള്ള ഫുഡ് കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അത് കഴിഞ്ഞ് മിൽക്ക് മെയ്ഡ് ഒന്ന് വലിയ ടിന്നായിരിക്കണം. ഈ മിൽക്ക് മെയ്ഡ് ഇട്ടത്ര ടേസ്റ്റ് കൂടുതലാണൊക്കെ. അപ്പോൾ ആവശ്യത്തിന് മധുരവും കിട്ടും നമുക്ക്. പിന്നെ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഇടാം. അങ്ങനെ അത് ചൂടാൻ ചെറിയ തീയിൽ ഓൺ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഇതാ ഇപ്പുറം ഞാൻ വന്നിട്ട് ഇതിനുള്ള വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഇതിലിട്ട് ഞാൻ അതിനെ ബീറ്റ് ചെയ്യുന്നുള്ളത് നല്ലപോലെ ബീറ്റ് ആക്കണമൊക്കെ. എന്നിട്ട് അത് നല്ല ഫ്ലമ്മി ആയിട്ട് കിട്ടിയതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ പാലൊക്കെ ചൂടായി അത് ഓഫ് ചെയ്ത് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് വിപ്പിംഗ് ക്രീം പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ബ്രെഡ് മിൽക്ക് ബ്രെഡാണ് ഒക്കെ ഇതിന് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബ്രെഡ് പീസൊക്കെ അതിൻ്റെ സൈഡ് ഇങ്ങനെ കരയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് കളയണം. ഇല്ലെങ്കിൽ ടേസ്റ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ആദ്യം തന്നെ ബദാം, പിസ്ത ഇതൊക്കെ റെഡിയാക്കിയിട്ട് വെക്കണം. ബദാം ഇങ്ങനെ കുതിരാൻ വെച്ചിട്ട് അതിനെ പീസ് ചെയ്തിട്ടൊക്കെ റെഡിയാക്കിയിട്ട് വെക്കണം. അതേപോലെ പിസ്തയും ചെറിയ ചെറിയ പീസാക്കി വെക്കണം. എന്നിട്ട് ഇത് ഞാനിതാ ഫുഡിങ് ട്രേയിൽ ആദ്യം കട്ട് ചെയ്ത് വെച്ച ബ്രെഡിനെ പാലിലേക്ക് ഇങ്ങനെ ജസ്റ്റ് മുക്കിയിട്ട് അതിലിങ്ങനെ ഓരോ പീസ് ഇട്ട് വെക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഫില്ലാകുന്ന വരെ ഫസ്റ്റത്തെ ലെയർ ഫുള്ളായിട്ട് ഇട്ട് വെക്കണമൊക്കെ. അങ്ങനെ ബ്രെഡ് പാലിൽ മുക്കി ഫസ്റ്റ് ലെയർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഈ പാലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഫില്ലാകുന്ന വരെ ഇട്ട് കൊടുക്കണം. ക്രീം ഇട്ടത്ര അത് പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ടൊക്കെ കിട്ടും. പിന്നെ കഴിക്കുന്ന സമയത്തും അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമൊക്കെ. അടിപൊളി ടേസ്റ്റാണൊക്കെ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഫുള്ള് സെറ്റായതിന് ശേഷം അതിന് മുകളിലായത് ഇതേപോലെ ബദാമും പിസ്തയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിനിങ്ങനെ അതിലേക്ക് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എത്ര ഇടുന്ന അത്രയും ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒക്കെ. ഞാനിവിടെ 2 ലെയറായിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറും കൂടി അതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വീണ്ടും ഞാൻ ബ്രെഡ് പീസ് എടുത്ത് ആ പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ട്രേയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഇങ്ങനെ ഫില്ലാണൊക്കെ. എന്നാലേ അത് കാണുമ്പോൾ ഒരു ഭംഗിയും കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് ഇങ്ങനെ പീസായിട്ടൊക്കെ കിട്ടും. സാധാരണ ഇങ്ങനത്തെ ഫുഡിങ്ങൊക്കെ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കുന്നെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഇങ്ങനെ സെറ്റായിട്ട് നല്ല പോലെ ഇങ്ങനെ പീസാക്കിയിട്ടൊക്കെ കിട്ടുമല്ലോ. പിന്നെ പ്രശ്നമില്ല, ഒരു 4 hours മുമ്പൊക്കെ ചെയ്തിട്ടും യൂസ് ആക്കാം. അങ്ങനെ ഞാൻ സെക്കൻഡ് ലെയറും ഫുള്ള് സെറ്റാക്കി എന്നിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ ബദാം, പിസ്ത ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഈ ട്രേയിൽ 2 ലെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര ഇഷ്ടമോ അത്ര ലെയേഴ്സൊക്കെ ചെയ്യാം. പാത്രം കുറച്ച് വലുപ്പമുള്ളതെങ്കിൽ 3 ലെയേഴ്സൊക്കെ ചെയ്യാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 ലെയർ ആയാലും കുഴപ്പമില്ല,
2 ലെയർ ആയാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വേറെ കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാൻ വെച്ച്, അത് കഴിഞ്ഞിതാ നോമ്പ് തുറക്കാൻ സമയമായിക്കൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ റെസിപ്പി ഒന്നും ഈ വീഡിയോയിൽ ഇടുന്നില്ല, ഒക്കെ കുറേ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. കസ്റ്റർഡൊക്കെ വേണ്ട ഫ്രൂട്ട്സാണ് കട്ട് ചെയ്തത്. പിന്നെ മോമോസ് അത് ഇത് സ്റ്റീമിന് വെച്ചിട്ടുണ്ട്. മോമോസ് വേണമെങ്കിൽ ഓയിലും ഇങ്ങനെ ഈ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ചെയ്യാം. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ടേബിളിൽ ഓരോന്ന് കൊണ്ടുവച്ചൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ചീസ് ബോള്, ഉന്നക്കായി, സ്പ്രിങ് റോള്, പിന്നെ ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ ഐറ്റംസ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാട്ടിക്കുന്നതാണ്. കസ്റ്റർഡ്. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് കുട്ടികളെ കഴിക്കാനായി വിളിച്ചു. ബാങ്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ലസ, ലിതാഫ് ഇവരൊക്കെ വന്നിരുന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നോമ്പ് തുറന്ന് ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് അങ്ങനെ എല്ലാവരും നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബബ്ബൂസിൻ്റെ അടുത്ത് പോയിട്ട് ബബ്ബൂസിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. ബബ്ബൂസ് കയ്യിൽ ബെന്നൊക്കെ പിടിച്ച് കഴിക്കുന്നുണ്ടൊക്കെ. പിന്നെ നമ്മളുള്ളത് എൻ്റെ വലിയ സിസ്റ്റർ ഫ്ലാറ്റിലാണ്. ഇത് ഇവിടെ മാംഗ്ലൂർ നോർത്തേൺ സ്കെയിലാണ് ഇവരെ ഫ്ലാറ്റ് ഉള്ളത്. അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ പുറത്തൊക്കെ കാട്ടി